അപ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 3/4 കപ്പോളം പഞ്ചസാരയാണ്. നമുക്ക് ഈ പഞ്ചസാര ഒരു മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതാ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. ഇത് നമുക്കൊരു മിക്സി ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതാ നമ്മുടെ മുട്ട നന്നായിട്ട് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ മുട്ടയിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചില്ല പഞ്ചസാര, അത് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എന്താ നമ്മുടെ പഞ്ചസാര എല്ലാം ചേർത്ത് കൊടുത്തു. ഇപ്പം നമ്മുടെ പഞ്ചസാരയും മുട്ടയും കൂടെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം എന്താ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൈനാപ്പിളിൻ്റെ എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടം ആ ഫ്ലേവർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്താ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതാ ഞാൻ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലിട്ട് ഒരു അരിപ്പ വയ്ക്കുക. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പം എന്താ നമ്മുടെ പൊടികളെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അതാ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി അങ്ങ് കുത്തി ഇളക്കരുത്. ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം എന്താ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. നമ്മുടെ മുട്ടയുടെ മിക്സും മൈദയുടെ മിക്സൊക്കെ ആയിട്ട് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടല്ലേ ഇരിക്കണത്. നമുക്ക് 1-2 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം. തിളപ്പിച്ച പാലൊന്നുമല്ല, റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുക്കുക. അതേപോലെ തന്നെ മുട്ട എടുക്കുമ്പോഴും തണുപ്പുള്ള മുട്ട എടുക്കരുത്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടെ യൂസ് ചെയ്യരുത്. തണുപ്പ് മാറിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യാവുള്ളൂ. 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ച് കൊടുക്കാം. ഒത്തിരി ലൂസായി പോകരുത്. ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാനൊരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സൈഡിലേക്കൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാത്ത കാരണം ഞാൻ കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തേക്കും ആകത്തക്ക വിധം റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും മൈദയുടെ മിക്സ് എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള മൈദ നമുക്കൊന്ന് ജസ്റ്റ് തട്ടിക്കളയാം. ഇനി ഇതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം.
ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കടായിലാണ് നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ അതിൻ്റെ വാഷറും വിസിലൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം അതിലും ബേക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതും അല്ലെങ്കിൽ ഒരു അലുമിനിയ പാത്രം. ഇതൊരു 15 മിനിറ്റ് ചെറിയ തീയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചേക്കണ കടായിയാണ്. അതിൻ്റെ മുകളിൽ ഒരു റിങ് വെച്ചിട്ടുണ്ട്. ഡയറക്റ്റായിട്ട് നമ്മുടെ കേക്ക് ടിന്ന് നമ്മുടെ പാത്രത്തിലേക്ക് ഇറക്കി വെക്കരുത്. അതിൻ്റെ മുകളിലൊരു സ്റ്റീൽ പാത്രം കൂടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് നമ്മുടെ കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ തന്നെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് ലോ ഫ്ലെയിമിൽ നമുക്ക് ബേക്ക് ചെയ്യണം. മീഡിയം ഫ്ലെയിമിലൊന്നും വയ്ക്കരുത്. ലോ ഫ്ലെയിമിൽ ഒരു 40 മിനിറ്റെങ്കിലും ആകും നന്നായിട്ട് വെന്ത് വരാൻ. ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 30 മിനിറ്റിന് മുമ്പ് തുറന്നു നോക്കരുത്, നമ്മുടെ കേക്ക് പൊന്തി വരത്തില്ല. അപ്പോൾ 30 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് ചെക്ക് ചെയ്ത് നോക്കാം വെന്തോ ഇല്ലയോ എന്ന്. അപ്പോൾ ഇതിവിടെ ഇരുന്ന് നന്നായിട്ട് വേവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം എന്താ ഒരു 35 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ കേക്ക് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. സൈഡൊക്കെ നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തോന്ന്. ഇതാ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പുറത്തെടുത്ത് വയ്ക്കാം. എടുത്ത് വച്ചിട്ട് ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഡീമോൾഡ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ കേക്ക് ഞാൻ വെളിയിലെടുത്ത് വെച്ചു. ഇനി ഇത് നന്നായിട്ട് ചൂടാറട്ടെ. അപ്പോൾ ഇത് ചൂടാറുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്താ നമ്മുടെ കേക്കിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇത് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഒരു കത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് സൈഡ് പിടിച്ച് കൊടുക്കാം. ഇപ്പോൾ എന്താ നമ്മുടെ കേക്ക് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇതാ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയല്ലേ ഉണ്ടാക്കാൻ. അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. അത് നിങ്ങൾ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്.